ആന എന്നെ കുത്തിയത് എവിടെയാണ്? ഇതൊന്ന് രണ്ട് ഇപ്പുറം ഒന്ന് ഇതൊക്കെ ആണല്ലേ. അത് ഒന്നും മൂടി വരുന്നത് ഇതൊക്കെ മൂടി വരുന്നത്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഇതുവരെ മെമ്പർ ആയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെമ്പർ ആവാൻ മറക്കല്ലേ. പൊന്മൂടിൽ പോകാനാണ് ഈ ഓട്ടോയിലൂടെ പോകുന്നത്. പക്ഷേ വീട്ടിൽ ഓടിക്കാറ് പെൻസ് ഉണ്ടെങ്കിലും ഈ ഓട്ടോയിൽ പോകുന്നത് വേറൊരു വൈവാണ് അല്ലേ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ പൊന്മുടിയൊക്കെയാണ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പ്ലാൻ മാറ്റി നമുക്ക് കല്ലാർ വാട്ടർഫാൾസിൽ പോയ എന്നുള്ള പ്ലാനിങ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇന്നത്തെ യാത്ര ഇനി കല്ലാറിലേക്ക്. എക്കോ ടൂറിസത്തിൻ്റെ അണ്ടറിൽ പറയുന്നതാണ് ഈ ഒരു കല്ലാർ വാട്ടർഫാൾസ്. ഏകദേശം ഒരാൾക്കൊരു 50 രൂപ ചാർജാണ് ഇവിടെ നിന്ന് നമുക്ക് ഈടാക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ 3 കിലോമീറ്റർ നമുക്കിനി കാടിൻ്റെ അകത്ത് പോകണം. എന്നാൽ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. അതിൽ 1 കിലോമീറ്റർ നമുക്ക് ഈ ഹോട്ടലിലൂടെ തന്നെ നമുക്ക് പോവാം. പിന്നെ 2 കിലോമീറ്റർ നമുക്ക് നടക്കണം. അപ്പോൾ വലിയൊരു അഡ്വഞ്ചറായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് നമുക്ക് ബാക്കി കണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത യാത്ര തുടങ്ങി. ഒരു ഓഫ് റൈഡ് പോലത്തെ ഒരു യാത്രയാണ്. 2 കിലോമീറ്റർ അകത്തോട്ടാണ് ഈ ഒരു ഡാമിൻ്റെ സ്ഥലം. അപ്പം ഇതേപോലെ കാടിൻ്റെ അകത്തുള്ള യാത്ര എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. കാര്യം അത്രയ്ക്കുള്ള ഒരു എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു വൈബ് എന്തുകൊണ്ടും നല്ലൊരു ഇതായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും വണ്ടി പാർക്കിന് ശേഷമാണ് ഇനി അകത്തോട്ട് ഇനി 2 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. എൻ്റെ ഇത് ഏതോ ഒരു 1-ാം തരം ഒരു കരിമൂർക്കനാണ്. ഇത് കണ്ടപ്പോൾ തന്നെ പാതി ജീവൻ പോയി. ഇനി അങ്ങോട്ട് എന്താവുമെന്ന് ശരിക്കും കാടെന്ന് ഇത്രയാണെന്ന് വിചാരിച്ചില്ല. ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ സന്ദർശകർക്കുള്ള നിർദ്ദേശ ബോർഡ് നമ്മൾ കാണും. ഗൈഡും കാര്യം പറയുന്നത് മാത്രം കേട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതല്ലാതെ നമ്മൾ ഈ ഒരു കല്ലാർ നദിയിൽ കൂടുതലായിട്ട് ഇറങ്ങാതിരിക്കുക. കാര്യം കുറച്ചൊരു അപകട മേഖല വിളിച്ചൊരു ഏരിയയാണ്. കാര്യം ഈ ഒരു
മഴവെള്ളപ്പാച്ചിലും ഡാം തുറക്കുമ്പോഴും എപ്പോഴാണ് വെള്ളം കൂടുതൽ വരുമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പറയുന്ന ഏരിയയിൽ മാത്രം സേഫ്റ്റി ആയിട്ട് ഇറങ്ങുക. ദൂരം പോകണം കേട്ടാ. അവിടെ പോയി എന്താണ് അവിടെ നല്ല വെള്ളച്ചാട്ടോ? കുളിക്കാൻ നല്ലതാ? പുളിയെല്ലാം താഴെയാണ് അവിടെ. ഇനി പോണോ ഒരുപാട്? നമ്മളെല്ലാം അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഇത് പറയാം. അങ്ങനെ പറഞ്ഞത് 4 മണിക്ക് സർക്കാർ സ്ഥാപനം 5 മണി വരെ, 4 മണി വരെ 5 മണി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 5 മണി ഇറങ്ങണം, 4 മണി വരെ പാസ് കൊടുക്കാം. അതാണ് എത്ര 445 ബാർ 27 ആക്ട് പോയാൽ അറിയാമോ? ബാർ ഇവിടെ ഇല്ല, ബാർ ഇവിടെ ഇല്ല, സീലേ ഉള്ളൂ. ഈ കല്ലാർ വെള്ളച്ചാട്ടം പറ്റി ഇവിടുത്തെ എന്തൊക്കെയാണ് പ്രത്യേകത? കല്ലാർ വെള്ളച്ചാട്ടം ഇങ്ങോട്ട് പ്രത്യേകിച്ച് പോയി കഴിഞ്ഞാൽ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. ഏത് സമയത്തും വെള്ളമുണ്ട്. ഏത് ഉണക്ക സമയത്തും വെള്ളമുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പിന്നെ അവിടെ കുളിക്കാൻ അനുമതിയില്ല. ഒരുപാട് അപകടങ്ങളും മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ആരും ഇറക്കത്തില്ല. പിന്നെ അതുകൊണ്ട് എല്ലാവരും കുളിക്കാൻ ഇങ്ങ് താഴെ പറഞ്ഞോളാം. ഇതിനിടയ്ക്കൊക്കെ കുളിക്കാൻ ഇറക്കുമായിരുന്നു. അവിടെ ഈ മഴ സമയത്ത് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടെ റേഞ്ചില്ല വിളിക്കാൻ. അതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇറക്കുന്നില്ല, എല്ലാം താഴത്തിൽ. അവിടെയും താഴെ ആകുമ്പോഴത്തേന് നല്ല റേഞ്ച് കിട്ടും. അപ്പോഴേ എല്ലാവരെയും കയറ്റി വിടും. അപ്പോൾ ഇനി ഒരു അപകടം ഉണ്ടാവരുത്. ഉണ്ടായിക്കഴിഞ്ഞാൽ അന്ന് പൂട്ടിയിട്ടെന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് പേടിച്ച ആരെയും അപകടമുള്ളത് ആരും ഇറക്കും. ഇവിടെ പറഞ്ഞവര് നല്ലപോലെ സേഫ് ആയിട്ടാണ് ഇവിടെ ഇനി വെള്ളച്ചാട്ടത്തിലായാലും ഇനി ആരെ മരിക്കാനും സമ്മതിക്കില്ല. അങ്ങനെ ഇവിടെ വന്ന് ഇപ്പോൾ ആ ആൾ ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് ഉടക്കിയിട്ട് നേരെ ഇവിടെ വട്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി കുളിച്ച് അവിടെ അന്ന് വായിക്കും. ഇവിടെ പറ്റാത്തതുകൊണ്ട് അവിടെ പോയി. പേര്? എൻ്റെ പേര് സോമൻ. എത്ര വർഷം കൊണ്ട് ഇവിടെ? 20 വർഷം. അപ്പോൾ ഇവിടെ 20 വർഷമായിട്ട് ചേട്ടന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? എന്ന് വെച്ചാൽ ഇപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും? അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പാട് കിടക്കുന്നുണ്ട്. 2 പാട് കിടക്കുന്നുണ്ട്. ഇത് ആന ഞങ്ങൾ ഇവിടെ ഇരുന്ന സമയത്ത് ആന വന്ന് ഞങ്ങളെ വരട്ടിയതാണ്. ഈ കുത്ത് ഞങ്ങളെ കുത്തിയതാണ് ഈ മരത്തിലായത്. ഞങ്ങൾ ഓടിക്കളത്. പിന്നെ അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഇതേപോലെ ഈ വർക്കിംഗ് ഡേയ്സ് ഉള്ള ഈ ആളുള്ള സമയത്ത് ഇതേപോലെ ആന വന്നിട്ടുണ്ടോ ഞാൻ പറയണം? ഉണ്ട്, വന്നിട്ടുണ്ട്. 4 മണി സമയത്താണ് നീണ്ട അവിടെ ഇങ്ങനെ ഇറങ്ങിയത്. ഒറ്റയ്ക്കാണോ വന്ന് അവര് കൂട്ടം കൂടുന്നുണ്ട്? ഒറ്റയ്ക്കുണ്ട്. ഈ ഒറ്റയ്ക്ക് വരുന്നതാണ് ഈ കുഴപ്പം. അതായത് ഇവര് ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നെ അതിന്റെ വഴി അല്ലേ ഇങ്ങനെ ഇറങ്ങി ഈ വഴിയാണല്ലേ? ഇതിലേ അങ്ങ് താഴെ ഇറങ്ങി വെള്ളം ആറ്റിലൊക്കെ ഇറങ്ങി അടിച്ച് നനച്ച് കുളിച്ച് വെള്ളം കുടിച്ചിട്ട് അല്ലെങ്കിൽ നേരെ അക്കരയ്ക്ക്. അല്ലാതെ വേറെ ഒരു ആളഭയം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇത്രയും വർഷം? ആളഭയം ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആളിനെ ഇങ്ങോട്ട് വിടത്തില്ല. അല്ല അതല്ല, ഈ ആന ഇറങ്ങിയിട്ട് അങ്ങനെ എന്തെങ്കിലും വല്ല അറ്റാക്കിങ് കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആന വിരട്ടാൻ പോവില്ല. ആന വിരട്ടി കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം പിന്നെ അത് പോവില്ല. ഇതാകുമ്പോ അതിന്റെ ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ട് ഒരു ഇല്ലാതെ അതങ്ങ് അതിന്റെ ഞങ്ങൾ ആളുണ്ടെങ്കിൽ ഞങ്ങളുടെ അലപ്പ് കേൾക്കും. ഞങ്ങൾ ഇത്തിരി ഉറച്ച് അലക്കാൻ നോക്കി. കുറച്ച് അലപ്പ് കേൾക്കുമ്പോഴേ കണ്ടത് ഇതിനറിയാം ആളുണ്ടെന്നറിയാം. അത് തിരിച്ചതും പടങ്ങി. വർഷമായി ഇവിടെ? ഇത് 20 വർഷമായി. 2003-4 സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിനു മുമ്പ് ഇവിടെ ആൾക്കാരും വരൂലായിരുന്നു? അന്നും കുറെ മരണമൊക്കെ ഉണ്ടായിട്ട് നോക്കാൻ എടുക്കാനോ ആരും ഇല്ലായിരുന്നു. ആ സമയത്താണ് 8 പേരെ വെള്ളം എടുത്തോണ്ട് പോയത് ഇവിടുന്നോ? 8 സ്റ്റുഡൻസ്. അല്ലല്ല, ഈ 6 ഡേഞ്ചർ പിടിച്ച 6. ഇതിന് മേളിൽ നിന്ന് വലിയ മഴ സമയത്തൊക്കെ ഇവിടെ മഴയില്ലെങ്കിലും മലയ്ക്ക് മഴയുണ്ടായിരുന്നത്. നല്ല സ്പീഡിൽ പോരും. അങ്ങനെ 8 എണ്ണത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. ചേട്ടാ ആന എന്നെ കുത്തിയത് എവിടെയാണ്? ഇതൊന്ന് ഇപ്പുറം ഒന്ന് ഇതൊക്കെ ആണല്ലേ? അത് ഒന്നും മൂടി വരുന്നത്. ഇതൊക്കെ മൂടി വരുന്നത്. ഇപ്പം ഈ കാട് ഇപ്പം ഇതിലിപ്പം ഈ ഡാം എത്ര കിലോമീറ്ററാണ് ഈ കാടായി ചുറ്റപ്പെട്ടുള്ളത്? അതൊന്നും പറയാൻ പറ്റില്ല. ഇതും കുറേ കിടക്കും. എവിടെല്ലാം ഉണ്ടെന്ന് ഒരെത്തും പിടിയില്ല. ഇതങ്ങ് തമിഴ്നാട് അങ്ങനെയേ തോളത്തുമ്പുഴ അങ്ങനെയേ അങ്ങ് തൊന്മല അച്ചൻകോവിൽ അങ്ങനെയേ പോയിരിക്കുകയല്ലേ. വലിയൊരു ഇൻഫർമേഷൻ തന്നേന് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ പറഞ്ഞാൽ തീരുന്നില്ല. എൻ്റെ കൂടെ ഉള്ളവർ എവിടെ പോയെന്നല്ലേ ഇപ്പോൾ വിചാരിക്കണേ.
ഇനി ഇവിടെ നിന്ന് ഒരു 800 മീറ്ററോളം നമുക്ക് നടന്നാലേ ആ ഒരു കല്ലാർ വാട്ടർഫാൾസിലെത്താൻ പറ്റൂ. അപ്പം നമ്മൾ മുമ്പ് വിചാരിച്ചതെന്ന് വെച്ചാൽ മുമ്പ് വരെ ഇവിടെ നമുക്ക് അവിടെ പോയി കുളിക്കാം, ആ ഒരു വെള്ളച്ചാട്ടിൽ പോയി കുളിക്കാം. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞത് ഇപ്പം ഗവൺമെൻറ് അങ്ങനെ ഇറക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിടത്താണ് ഇനി ഒരു കുളിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുള്ളതുകൊണ്ട് അവരങ്ങോട്ട് കുളിക്കാൻ പോയി. അപ്പോൾ ഞാൻ എന്തായാലും വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ആ ഒരു വാട്ടർ ഫാൾസ് കാണിക്കാതെ എനിക്ക് പോകാൻ പറ്റും. അപ്പം ഇനി ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഒരു 800 മീറ്ററോളം ഈ ഒരു ഘോര വനാന്തരങ്ങളുടെ ഉള്ള ഒരു നടത്തം. ഈ ഒരു സ്ഥലം ഒരു രക്ഷയില്ല. ഈ ഒരു കാടിൻ്റെ അകത്ത് ഇവിടെ ഇരിക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവർ നല്ലതുപോലെ ഇത് വരാതിരിക്കുമ്പോൾ ഈ വീഡിയോ കണ്ട സത്യം ഇവിടെ മിസ്സാവും. ഇതൊക്കെയാണല്ലോ കാണാതെ പോയത്. ഇനി എത്ര ദൂരം പോകണം കേട്ടോ? നടന്നല്ലേ 4 വരെ ടൈമുണ്ട്. അപ്പോൾ 4 ഇങ്ങോട്ട് എത്താൻ പോയി 100 മീറ്ററുണ്ട്. ഓക്കെ. സത്യം പറഞ്ഞാൽ ശരിക്കും തളർന്ന് നടന്നു. കാര്യം വിചാരിച്ച പോലെയല്ല, കുറേ ദൂരം തന്നെ നടക്കാനുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ആ ഒരു വെള്ളച്ചാട്ടം കാണാതെ പോകാൻ പറ്റും ഇത്ര ദൂരം വന്നിട്ട്, അതുകൊണ്ടങ്ങ് നടന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഈ ഒരു സാധനം കൊണ്ട് ശരിക്കും പേടിച്ച് ദൂരെ നോക്കിയപ്പം ഏതോ ഒരു പാമ്പ് കിടക്കും പോലെ തോന്നി പെരുമ്പോകുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി വേരുന്നു. ശരിക്കും ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു പാറ എൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു പാറ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗുണ കേവിനേക്കാളും വലിയൊരു ഹൈറ്റായിരിക്കും ഇത്. പക്ഷേ ലൈറ്റർ ഇത് കണ്ടെങ്കിൽ ഇവിടെ വെച്ചായിരിക്കും ഫസ്റ്റ് ഷൂട്ട് ചെയ്യാൻ ചാൻസ്. ഇതിൻ്റെ വലുപ്പം ആകാശം മുട്ട അങ്ങ് നീളം. ഇനി അടുത്ത് ഈ ഒരു കല്ലാർ നദി ഇനി നമുക്ക് അത് ക്രോസ് ചെയ്തിട്ടാണ് ഇനി അപ്പുറത്ത് പോകേണ്ടത്. അപ്പോൾ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസാണ് ഇങ്ങനെ നദിയുടെ നടുക്കൂടെ നടന്ന് പോകാൻ. എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ അവർ വരാത്തതുകൊണ്ട് അവർ നല്ലപോലെ മിസ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഞാൻ വരാതെ പോയാലും എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ വന്നത് എന്തായാലും നന്നായി. ഈ ഷൂ ഇട്ടിട്ടും കാലിൽ വെള്ളം എന്ത് തണുപ്പെന്നറിയോ. തണുപ്പെന്ന് വെച്ചാൽ ചുമ്മാ വെറുതെ അല്ല പറയണം കാട്ടിലെ വെള്ളം അത്രയ്ക്ക് തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര ഈ ഒരു ചൂട് കാലാവസ്ഥ പോലെ അത്രയും തണുപ്പ്. പല വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു കാടിൻ്റെ അകത്തുള്ള വെള്ളച്ചാട്ടം എനിക്ക് വളരെയധികം ഒരു സ്പേസാണ്. കാര്യം എനിക്ക് പൊതുവേ ഈ ഒരു അഡ്വഞ്ചർ ട്രിപ്പും കാടും ഭയങ്കര രീതിയിൽ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടം ഇത്രയും അടുത്ത് കിടന്നിട്ട് ഒരിക്കലും അറിയാതെ പോയെന്നൊരു വശം മാത്രമേ ഉള്ളൂ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, കല്ലാർ വെള്ളച്ചാട്ടം. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ബാരികാർഡ് മുമ്പില്ലായിരുന്നു കേട്ടോ. കാര്യം മുമ്പ് ഈ കാണുന്ന ഈ വെള്ളച്ചാട്ടത്തിൽ തന്നെ നമുക്ക് കുളിക്കാം, എന്ത് വേണം ചെയ്യുന്നു. പക്ഷേ കുറച്ച് വർഷം മുമ്പ് ഈ മഴയുള്ള പാച്ചിലെന്ന് വെച്ചാൽ ഇവിടെ മഴ കാണത്തില്ല, കാട്ടിൽ നല്ല മഴയായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് അമിതമായിട്ട് വെള്ളം വരുമ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ഇവിടെ മുങ്ങി മരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഗവൺമെൻറ് ഇപ്പം ഇവിടെ കുളിക്കാൻ ഉള്ളൊരിത് കൊടുക്കാത്ത പെർമിഷൻ.
ഇത് കറക്റ്റ് കല്ലാർ വെള്ളച്ചാട്ടം പറയുന്നത് നമ്മൾ പൊന്മുടി പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഈ കല്ലാർ പൊന്മുടി എല്ലാം അറിയുന്നത് കറക്റ്റ് അത് തന്നെയാണ്. അപ്പം വൈകിട്ട് 5 മണി വരെ നമുക്കിവിടെ നിൽക്കേണ്ട സമയമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ചേട്ടൻ എന്താ എന്നെയും പിക്ക് ചെയ്ത് ആ വന്ന വഴിക്ക് നമ്മൾ തിരിച്ചിനി അങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ബാബു ചേട്ടൻ പറഞ്ഞത്? ചേട്ടൻ എങ്ങനെയാണ്? നമ്മളിപ്പോൾ രാവിലെ 8 മണിക്ക് നമ്മൾ ഉള്ളിൽ വരണം. 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8:30 ഉള്ളിലേക്ക് ആളെ വിടും. ഇവിടെ അപ്പോൾ മൃഗങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാം ഒട്ടുമിക്ക മൃഗങ്ങളും ഇതിനകത്തുണ്ട്. ആനയുണ്ട്, പോത്ത്, പുലി, കരടിയൊക്കെ കണ്ട് റിപ്പോർട്ടുകളുണ്ട് ഇതിനകത്ത്. പിന്നെ ആനയാണ് ഏറ്റവും കൂടുതൽ. ആനയൊക്കെ പൊതുവെ നാട്ടിലാണല്ലോ. ബാക്കി എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഫുള്ള് സെക്യൂരിറ്റി. നമ്മൾ പോയിന്റ് ബേസാണ് ഡ്യൂട്ടി. എല്ലാവരും ഓരോ പോയിന്റ് ബേസ് ഒരു 150-200 മീറ്റർ ഇടവിട്ട് നമ്മൾ ഗൈഡ്സുണ്ട്. ചില ഫാമിലി എല്ലാവർക്കും വന്ന് എനിക്കൊരു മ്യൂസിക്കോ ആണെങ്കിൽ കുളിക്കാം. ഒരുപാട് വെള്ളമുള്ള സമയത്ത് നമുക്ക് കുളിക്കാൻ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. മഴ നമുക്ക് കാലാവസ്ഥ ഇപ്പോൾ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് കുളിക്കാനും എല്ലാത്തിനും സൗകര്യം ഉണ്ടാകും. നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുള്ളൊരു സ്ഥലം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ വരുന്നത്. അതല്ല എന്തെങ്കിലും അറ്റാക്കിങ് ആയിട്ടുള്ള ഈ ആന? ഇല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. അതെല്ലാം നല്ല രീതിയിൽ നമ്മൾ ഗൈഡ്സ് ഹാൻഡിൽ ചെയ്യും. അനിമൽസ് അടുത്ത് വന്നിട്ടുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ട്. എങ്കിലും നമുക്ക് ഇതുവരെയും അറ്റാക്കിങ് അങ്ങനെയുള്ളൊരു ഇതുണ്ടായിട്ടില്ല. പിന്നെ മാക്സിമം മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കടുത്ത നിറങ്ങൾ, പ്രത്യേകിച്ച് ഈ ചുമപ്പ്, നമ്മൾ റെഡ് കളർ മാക്സിമം അവോയ്ഡ് ചെയ്യണം. പിന്നെ മാക്സിമം നമ്മൾ റെഡ് കളർ ആനിമൽസിന് പൊതുവെ അതിനെ പ്രകോപിപ്പിക്കുന്ന ഒരു കളറാണ് അത്. കണ്ട് ശീലിച്ചിട്ടില്ലാത്തതും ഭയപ്പെടുത്തുന്ന ഒരു കളറാണ്. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ എവിടെ വനമായിട്ട് ബന്ധപ്പെട്ടായാലും ഏത് ടൂറിസം കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാലും അവിടെ ഗൈഡ്സ് ഉണ്ടെങ്കിൽ അവരുടെ വാക്കുകൾക്ക് പ്രത്യേകിച്ച് വില കൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ വന്ന് എപ്പോഴും ചില ടീംസ് യങ്സ്റ്റേഴ്സാണ് കൂടുതലും വന്നിട്ട് തർക്കത്തിൽ പെടാറുണ്ട്. ചിലപ്പോൾ തർക്കം മൂത്ത് പിന്നെ ചിലപ്പോൾ ചെറിയ വാഗ്വാദങ്ങളൊക്കെ ആവും. എങ്കിലും വേറെ വിഷയമൊന്നുമില്ല. നമ്മളെല്ലാവരും എല്ലാം ഹാൻഡിൽ ചെയ്ത് വിടാറുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. എല്ലാം നല്ല നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും നമ്മൾ അക്വബിസിറ്റി മാറ്റി വർക്കിംഗ് സ്റ്റാഫായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും നല്ല രീതിയിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും വന്ന് അത് എന്താണെന്ന് അനുഭവിച്ചറിയാം. അതായത് ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് എന്താണെന്ന് പറഞ്ഞറിയിക്കുന്നില്ല. കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി നിന്നാൽ തന്നെ അതിനൊരു എന്താ പറയുക, അതിന് പ്രത്യേകിച്ച് ഒരു മെഡിസിൻ വാല്യൂ എന്നൊക്കെ പറയുന്നത് അഗസ്ത്യാർകൂടത്തിൻ്റെ അടുത്തു നിന്നൊക്കെ ഉത്ഭവം ഉള്ളതുകൊണ്ട് വെള്ളത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു മെഡിസിൻ വാല്യൂ ഇതൊക്കെയുണ്ട്. നമുക്ക് എല്ലാവർക്കും വന്ന് കുട്ടികൾ മുതൽ ഇവിടെ നിന്നല്ല ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഗൈഡ്സ് പറയുന്ന വാക്കുകൾ, പ്രത്യേകിച്ച് നാട്ടുകാരായാലും ഗൈഡ്സ് ആയാലും പറയുന്ന വാക്കുകൾ നമ്മൾ മാനിക്കണം. അപ്പോൾ നമുക്കൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അവർ പറയണമെന്ന് കൂടി നമ്മളെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. എവിടെ പോയി കഴിഞ്ഞാലും സേഫ്റ്റിയാണ് ഫസ്റ്റ്. അത് നമ്മളെപ്പോഴും മുൻകരുതൽ നമുക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ ഉള്ള ഗൈഡ് പറയാൻ പോലെയാണ് നമ്മൾ ബാക്കി ഉള്ള കാര്യങ്ങൾ നോക്കി പോകേണ്ടത്. പിന്നെ എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല വാട്ടർ ഫാൾസും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ കാടിൻ്റെ അകത്തുകൂടി നമ്മൾ ആ പോകുന്ന ഒരു വൈബും അതിൻ്റെ ആംബിയൻസ് എന്ന് വെച്ചാൽ വേറൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇവിടെ വന്നു കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഭംഗിയും എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. അപ്പം അടുത്ത നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, താങ്ക് യു.